എല്ലാവർക്കും നമസ്കാരം. കൗമുദിയുടെ ഗസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് ഒരു പ്രത്യേക ഒരു സ്പെഷ്യൽ ആയ ഒരു ഗസ്റ്റാ. മറ്റൊന്നുമല്ല, കഴിഞ്ഞ വർഷം ഇതേ സമയം ഒരു കോഴിക്കോട്ട് നിന്ന് ഗുണ്ടൽപേട്ടിലേക്ക് 1000 ബുള്ളറ്റോട് കൂടി കുറേ യാത്രക്കാർ ഒരു സവാരി നടത്തിയിരുന്നു. അതിൽ ഒരാളെ പ്രത്യേകമായി എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്തിരുന്നു. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. മറ്റാരുമല്ല, അഡ്വക്കേറ്റ് CC മാത്യു സാറാണ്. സർ, വെൽക്കം ടു ഷോ. ഈ ഒരു ഏജിലും സാറിൻ്റെ ഈ എനർജി, അതിൻ്റെ നിങ്ങളുടെ രഹസ്യം ഉണ്ടോ? അതിൻ്റെ രഹസ്യം പറയണമെങ്കിൽ ഒത്തിരി ഉണ്ട്. കാരണം ഞാൻ 1949 ഒരു വയസ്സുള്ളപ്പോൾ വയനാട്ടിൽ വന്നതാണ്. 24 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോയിട്ടുണ്ട്. രാവിലെ വീട്ടിലെ ജോലി, കന്നുകാലികളും കൃഷിപ്പണിയൊക്കെ എടുത്ത് അതിൽ പാലും ഒക്കെ ആയിട്ട് കടയിൽ കൊടുത്ത് അങ്ങനെ നടന്നും അധ്വാനിച്ചും എനിക്ക് നേടി. അതാണ് എൻ്റെ ഇന്നത്തെ എനർജിയുടെ രഹസ്യം. കാരണം എൻ്റെ ആ ജീവിതത്തിലെ ബാല്യകാലത്ത് ഞാൻ അനുഭവിച്ച അത് ഞാനൊരു കഷ്ടപ്പാടെന്ന് പറയില്ല, അതാണ് ആ അനുഭവങ്ങളാണ് എന്നെ ഇന്നത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത്. അതാണ് ഈ ബുള്ളറ്റ് ഓടിക്കുമ്പോഴും സാറിൻ്റെ ലൈഫിലും ഒക്കെ ഉള്ളത്. ബുള്ളറ്റ് ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ AC വാഹനത്തിൽ സഞ്ചരിച്ചാൽ, കാറിൽ സഞ്ചരിച്ചാൽ ഞാൻ ടയേർഡാകും. പക്ഷെ ഒരു ബുള്ളറ്റ് ഞാൻ എത്ര മണിക്കൂർ ഫുൾ ഡേ ഓടിച്ചാലും ഞാൻ ഫ്രഷായിരിക്കും. അതെനിക്ക് ആ എനർജി എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയില്ല. അത് ബുള്ളറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ എത്ര ഓടിച്ചാലും ഞാൻ ഫ്രഷായിരിക്കും. ഏത് മഴയത്തും വെയിലത്തും അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഓരോ വർഷവും ഞങ്ങൾ 2 മെയിൻ റൈഡുകൾ നടത്താറുണ്ട്. ഒന്ന് മൺസൂൺ റൈഡാണ്. അത് മഴയത്തെ രാവിലെ ഇറങ്ങി തുടങ്ങുമ്പോൾ മുതൽ മഴയായിരിക്കും. പിന്നെ ഒരു 2 ദിവസത്തെ വേറൊരു എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്തിട്ടുള്ള ഒരു റൈഡും. അത് ഞങ്ങളൊരു ക്ലബിൻ്റെ റെഗുലറാണ്. അല്ലാതെ ഞങ്ങൾ ചിലപ്പോൾ അവസരം കിട്ടുമ്പോഴൊക്കെ ഒറ്റയ്ക്കും ഫ്രണ്ട്സുമായിട്ടും റൈഡുകൾ വേറെ നടക്കാറുണ്ട്. ഇതുപോലൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് ബുള്ളറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കണം എന്ന്. അത് ഇപ്പോഴും അത് നെറ്റിലുണ്ട്. സാർ അഡ്വക്കേറ്റ് ആണ്. അതിനൊപ്പം സാർ എൻവയോൺമെന്റ്, പ്രകൃതിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിനെ എല്ലാത്തിനേക്കാളും അപ്പുറമാണ് സാറ് ബുള്ളറ്റിനെ സ്നേഹിക്കുന്നത്. യാത്രയെ സ്നേഹിക്കുന്നത്. യാത്രയോട് അത്രയും സ്നേഹം തോന്നാൻ കാരണം എന്തായിരുന്നു? എൻ്റെ ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത്, ഞാൻ ജനിച്ച് വീണ ഉടനെ ഞാൻ ജീവിച്ചിരിക്കും എന്നൊരു പ്രതീക്ഷ എൻ്റെ ഗ്രാൻഡ് പാരൻസിനും അവർക്ക് വീട്ടിലുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ കോലഞ്ചേരി കറുകപ്പള്ളി എന്ന സ്ഥലത്താണ് ജനിച്ചത്. അവിടുന്ന് പുലർച്ചെ 5 മണിക്ക് എന്നെ എടുത്തുകൊണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു 25 കിലോമീറ്റർ ദൂരെയുള്ള പീച്ചമ്പിളിയള എന്ന് പറയുന്ന ഒരു വൈദ്യനുണ്ട്, മൂവാറ്റുപുഴ അടുത്താണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഓടി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ യാത്ര. ആ യാത്ര പിന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. മടുപ്പ് വരാതെ സാറിന് വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ്? എനിക്ക് ട്രക്കിങ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ കൈലാസ് മാനസരോവർ, എവറസ്റ്റ് ബേസ് ക്യാമ്പ്, ഹിമാലയത്തിൻ്റെ എല്ലാ പാസുകളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. ഭൂമലയൊക്കെ ഭൂമല എന്ന് പറയുന്ന നമ്മുടെ ആ ബോർഡറിൽ ചെല്ലുമ്പോൾ അവിടെ കാവൽ നിൽക്കുന്ന ആ പട്ടാളക്കാരെ കണ്ടപ്പോൾ എനിക്ക് പൊട്ടിക്കരഞ്ഞ് ഞാൻ കെട്ടിപ്പിടിക്കും. എനിക്കിപ്പോഴും കരഞ്ഞു വരും. ആ സീൻ കാണുമ്പോൾ, അവരുടെ ആ നിപ്പും കാണുമ്പോൾ എനിക്കിപ്പോഴും കരച്ചിൽ വരും. ആ ത്യാഗം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ആ ഹിമാലയത്തിൻ്റെ എല്ലാ പാസുകളിലും ഞാൻ പലപ്പോഴും പോകും. കിലോമീറ്ററുകളോളം നടക്കാം. പഞ്ചകേദാർ, ചാർധാം, ആ ട്രക്കിംഗ് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ പ്രായത്തിൻ്റെതായ അല്പം വീക്ക്നെസ്, എനിക്ക് ഒരു ആത്മവിശ്വാസം കുറഞ്ഞു പോയെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ എന്നാലും അവസരം കിട്ടിയാലും ഞാൻ ഒരിക്കലും അത് ഒഴിവാക്കിയില്ല. അന്റാർട്ടിക് യാത്ര അതുപോലെ തന്നെ മഞ്ഞിൽ തന്നെയായിരുന്നു. അന്റാർട്ടിക് യാത്ര മഞ്ഞിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഞാൻ വലിയ മഞ്ഞുമലയിൽ നിന്നിങ്ങനെ ഇറങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അന്റാർട്ടിക്കയിൽ വെച്ചിട്ട്. ഹിമാലയത്തിൻ്റെ ഡിസംബർ മാസത്തിൽ ഞങ്ങൾ ഹിമാലയത്തിൽ അവിടെ താമസിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ആഗ്രഹങ്ങളാണ് അതിൻ്റെ പിന്നിൽ. ഞാൻ എൻ്റെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്രയിൽ അതൊരു 12 ദിവസത്തെ ട്രക്കാണ്.
ട്രക്കിൽ രണ്ടാമത്തെ ദിവസം നാംച എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മളൊരു 2 ദിവസം താമസിക്കും. അവിടെ നിന്ന് ഒരു അക്ലമറ്റൈസേഷന് വേണ്ടിയിട്ടുള്ളതാണ് അവിടെ നമ്മൾ ക്ലൈമറ്റുമായിട്ട്. പക്ഷേ എനിക്ക് അത് അത് പ്രോപ്പറായില്ല. ഞാൻ അതിന് ശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, വെള്ളം കഴിക്കാൻ പറ്റിയില്ല, ഉറക്കവും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അതെ. അതിൽ 4-ാം ദിവസം അത് കഴിഞ്ഞ് 4-ാം ദിവസം ഞങ്ങൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയതിന് ശേഷം എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്ന് വന്ന് അതിൻ്റെ കാലാപത്രൻ്റെ ബേസ് സ്റ്റേഷനിൽ നിന്ന് താമസിച്ചു. അന്ന് രാത്രി ഞാൻ എന്തെങ്കിലും കഴിക്കണ്ടേ, കാരണം 18,200 അടി കയറേണ്ടതാണ് നെക്സ്റ്റ് ഡേ കയറുന്നത്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചു, കാരണം ഒന്നും കഴിച്ചില്ല, എനർജി വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാനൊരു എന്തോ ഒരു സിറപ്പ് കഴിച്ചു. സിറപ്പ് എന്ന് പറയുന്ന ഈ കോള പോലെ എന്തോ സാധനം കഴിച്ചു. അത് വൊമിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ കാലാപത്ര യാത്ര മുടങ്ങി എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതെന്തായാലും നടക്കില്ല. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മുരളി, കൽപ്പറ്റയുടെ അർബൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന മുരളിയാണ്. അദ്ദേഹം വിറ്റ്നസ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് പുറത്ത് പറയുന്നത്, അല്ലെങ്കിൽ ആരും വിശ്വസിക്കില്ല. രാത്രി കിടന്നു 4 മണിക്ക് എന്നിട്ട് യാത്ര തുടങ്ങണം. അതായത് എവറസ്റ്റിൻ്റെ ഫേസ് ടു ഫേസാണ് വരുന്നത്, 18,200 അടിയെ ഉള്ളത്. അപ്പം ഈ മുരളി 4 മണിക്ക് എഴുന്നേറ്റ് പോകാൻ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ വേദനയോട് കൂടി നോക്കി നിൽക്കുക. അപ്പോൾ ഞാൻ മുരളിയോട് പറഞ്ഞു, മുരളി നല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരണം. ശരി എന്ന് പറഞ്ഞ് മുരളി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ വരാം, അതെ, ഈ പോകുന്നിടത്തോളം ഫോട്ടോ ചെയ്യണം. അതിൽ രസം എന്ന് പറഞ്ഞാൽ ഞാൻ ടോപ്പിലെത്തി, മുരളി പകുതി നിന്നു. ടോപ്പിലെത്തി നിന്നിട്ട് അന്ന് രാത്രി ആ തുടർച്ച യാത്ര നെക്സ്റ്റ് ഡേ രാത്രി 8 മണി വരെ നടന്നു. അതിനുശേഷം വേറൊരു ക്യാമ്പും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. 6 ദിവസം. ഇത് നമുക്കറിയില്ല എവിടെ നിന്നാണ് ഈ എനർജി വരുന്നത്. അതായത് നടക്കുകയല്ല, വലിയ കുന്നും മലകളും കയറി ഇറങ്ങി നമ്മളിങ്ങനെ പോവുകയാണ്. ഉറക്കം ഇല്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ. പക്ഷേ ഞാൻ ടോട്ടലി എറർ ചെയ്ത 60-ന് ശേഷമാണ് സാർ ഇത്രയും യാത്രകൾ ചെയ്യുന്നത്. ആക്ച്വലി സാറിന് വൈഫ് കൂടെ വേണമായിരുന്നു, മാം ഇല്ല. എനിക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഈ ഒരു സപ്പോർട്ട്. ഞങ്ങൾ യാത്ര പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എന്നേക്കാൾ 8 വയസ്സായുള്ള യാത്ര കൂടി ഞങ്ങൾ 2 പേരും കൂടി ഈ 65 ദിവസം 42 ദിവസം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ എവിടെ ചെല്ലുമ്പോഴും ചോദിക്കും, നിങ്ങളുടെ എങ്ങനെ നിങ്ങൾ ഭാര്യമാരെ മാനേജ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ഞാൻ പറയുന്നത്, ഞാൻ എവിടെ പോവുകയാണ് എന്ന് ഒരിക്കലും ഭാര്യയോട് പറയാറില്ല. ഞാൻ ഫോൺ എടുത്ത് ഒച്ചത്തിൽ സംസാരിക്കും, ഭാര്യ കേൾക്കുന്ന വിധത്തിൽ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കും. ഞാൻ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് പോവുകയാണ് കേട്ടോ എന്ന് പറയും, അത് ഭാര്യ കേൾക്കും. പക്ഷേ ഞാൻ പോകുന്നത് ട്രക്കിങ്ങിനാണോ ബൈക്കിനാണോ മറ്റേ കാറിലാണോ പോകുന്നതെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് എനിക്ക് അതിനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ പുള്ളിക്കാരി ചെയ്ത് വെക്കും. അത് വർഷങ്ങൾ കൊണ്ടുള്ള പ്രാക്ടീസാണ്. ഇനി നമുക്ക് സാറിനെ പറയുമ്പോൾ ആദ്യമേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത അഡ്വക്കേറ്റ് CC മാത്യു എന്നാണ് പറഞ്ഞത്. ആ ഒരു ജേർണി സാറിൻ്റെ വന്നത് ജബൽപൂരാണ് ഞാൻ LLBക്ക് പഠിച്ചത്. അവിടുന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, എക്കണോമിക്സിൽ ഡിഗ്രി എടുത്തത്. അന്ന് ഞാൻ നോർത്ത് ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ടുണ്ട്. അന്ന് ഈ ഇന്ത്യയിലെ ട്രെയിനിൻ്റെ സമയം ഇത് മുഴുവൻ എനിക്കറിയാമായിരുന്നു. അതെനിക്ക് അറിയില്ല, എനിക്ക് അങ്ങനെയാണ് ആ നോളജ് വന്നതെന്ന് അറിയില്ല. ഹോസ്റ്റലുള്ളവരൊക്കെ ട്രെയിൻ എങ്ങോട്ടാണ് എപ്പോഴാണ് ഇന്ത്യയിലെ മുഴുവൻ ട്രെയിനിൻ്റെ സമയം എന്നോട് വന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഒരു മുഴുവൻ ട്രെയിനും ഏത് സമയത്ത് എങ്ങോട്ട് പോകാൻ ഏത് ട്രെയിനുമാണ് എന്ന് എനിക്കറിയാമായിരുന്നു. അന്ന് ഞാനത് ആ യാത്ര അറിയും. അതിനുശേഷം ഞാൻ 76-ൽ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് തുടങ്ങി. ഞാൻ സാമ്പത്തികമായിട്ട് ഒരു തനി നാടൻ കൃഷിക്കാരൻ്റെ ഒരു എന്താ പറയുക വീട്ടിലാണ്. അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞങ്ങൾക്ക് അറിയാൻ തിരുവിതാംകൂർ കൃഷിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു മകനേ ഉള്ളൂ. അപ്പനൊന്നും പുറത്തു വിടാൻ താല്പര്യം ഉണ്ടാവില്ല. കുറച്ച് കൃഷിസ്ഥലമുണ്ട്, ആ കൃഷിയൊക്കെ നോക്കി നടക്കണമെന്നാണ് ആഗ്രഹിക്കാറ്. അപ്പോൾ എന്നെ പുറത്തു വിടണം എന്ന് പോകണ്ട എന്ന് അപ്പം പറഞ്ഞു. അപ്പൻ വീട്ടിലില്ലാത്ത സമയത്താണ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞു, പഠിക്കാൻ പോകണം. അത് നീ അപ്പനോട് പറയണ്ടേന്ന് ചോദിച്ചു. അവസാനം അമ്മ ഒരു പഴയ മരപ്പെട്ടി ഉണ്ട്, ആ പെട്ടി ഇപ്പോഴും കൂടെ ഉണ്ട്. ആ പെട്ടി ഞാൻ എൻ്റെ ആ സിനിമയിൽ അതേ പെട്ടി ഇതേ ഇൻസിഡൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ പെട്ടി നിന്ന് അമ്മയുടെ ഒരു പൊതി കഴിച്ച് അതിലുണ്ടായിരുന്നൊരു 15 രൂപ എടുത്തു തന്നിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് എനിക്കെടുത്ത് തന്നു. പക്ഷെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ചെറിയ സെയിംസ് ഉണ്ടായിരുന്നു. അതും എടുക്കൊണ്ട് ഞാൻ പോയിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എവിടെ ഉണ്ടെന്ന് എൻ്റെ വീട്ടുകാരറിയുന്നത്. ഞാൻ LLBക്ക് അഡ്മിഷൻ എടുത്തിട്ടാണ്, ഞാനൊരു കാർഡ് അന്നൊക്കെ കാർഡ് അയച്ചിട്ടാണ് വീട്ടുകാരറിയുന്നത്. അങ്ങനെയാണ് എൻ്റെ LLB പഠിത്തം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 76-ൽ പ്രാക്ടീസ് തുടങ്ങി. കൽപ്പറ്റയിലാണ് തുടങ്ങിയത്. ഒരു എന്നുവെച്ചാൽ അറിയാം, ഞാൻ സൂചിപ്പിച്ചാൽ എൻ്റെ സാമ്പത്തിക സ്ഥിതി അങ്ങനെ പതുക്കെ വന്നു.
എനിക്ക് കുറച്ച് വർക്കുകൾ കിട്ടി, കുറേ ബാങ്കുകളുടെ വർക്കുകൾ കിട്ടിയപ്പോൾ ഞാൻ ഫിനാൻഷ്യലി ഒരു സെക്യൂർഡായി. പിന്നെ ക്രിമിനൽ കേസ് എനിക്ക് പറയുന്നത്, ക്രിമിനൽ കേസ് ഞാൻ ആദ്യകാലത്ത് നടത്തിയിരുന്നു. പക്ഷെ എനിക്ക് ക്രിമിനൽ കേസ് നടത്താൻ എനിക്ക് മാനസിക വിഷമം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് മാത്രമല്ല, സിവിൽ കേസാണെങ്കിൽ പോലും അല്പം ന്യായമില്ലാത്ത ഒരു കേസ് ഞാൻ ഒരിക്കലും എടുക്കാറില്ല. എൻ്റെ മനസാക്ഷിക്ക് യോജിക്കാത്ത കേസ് സിവിലായാലും ക്രിമിനലായാലും ഞാൻ എടുക്കാൻ. ഇങ്ങനെയാണ് പതുക്കെ ക്രിമിനൽ കേസിൽ നിന്ന് മാറിയത്. അതിലൊരു ഇൻസിഡൻറ്റ് പറയും. ഒരു പക്ഷേ നിങ്ങൾക്കറിയാം, സി കെ ജാനു ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. പക്ഷെ സി കെ ജാനുവിൻ്റെ ആദ്യത്തെ കേസ്, അന്ന് 226ഓളം പ്രതികളുള്ള ചീങ്ങേരി കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കേസ് എൻ്റെ കയ്യിലായിരുന്നു. 25 പ്രതികൾ, 226 പ്രതികളുള്ള ക്രിമിനൽ കേസ് എന്ന് പറയുന്നത്, അതിലെ ആ പ്രതികളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കോടതിയിൽ നിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാം. ആ കേസുകൾ അന്ന് ഞാനായിരുന്നു നടത്തിയത്. അതിൻ്റെ ഫയല് NCBC ആർക്കൈവ്സിൽ ആ കേസ് ഫണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ബാംഗ്ലൂരുണ്ട്. ആ ചീങ്ങേരി കേസ് എന്ന് പറയുന്നത് അത് വലിയ ആദിവാസികളുമായി ബന്ധപ്പെട്ട ഒത്തിരി അനുഭവങ്ങളുണ്ട്. അത് ഒരു 1000 മേലെ ഏക്കർ ആദിവാസികളുടെ സെറ്റിൽമെൻറ്റിന് വേണ്ടി 1957 അലോട്ട് ചെയ്തതാണ്. പക്ഷെ ഒരിക്കലും അത് ആദിവാസികൾക്ക് ഉപയോഗിക്കാൻ കഴിയിട്ടില്ല. അവരെ മുഴുവൻ അവിടെ നിന്ന് ഓടിച്ചു. ഒരിക്കൽ അത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് കൈയേറി ഇപ്പോൾ അവരുടെ കൈവശമുണ്ട്, ഗവൺമെൻറ് നടത്തുകയാണ്. ഒരു ആദിവാസി കുടുംബം നട്ട വാഴ പോലും പറിച്ചു കളഞ്ഞ് പോലീസ് വാനിൽ കയറ്റിക്കൊണ്ട് കളഞ്ഞ ചരിത്രം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു. ആ കേസിൽ കമ്മീഷനായിട്ട് വന്നത് ഫിലിപ്പം പ്രസാദ് എന്ന് പറയുന്ന പഴയ നക്സൽ നേതാവില്ലേ, അദ്ദേഹമാണ് അതിൽ കമ്മീഷനായി വന്നത്. ആ കേസിൻ്റെ ഫയലുകളൊക്കെ വളരെ പലപ്പോഴും ഓഫീസ് മാറിയപ്പോൾ അതൊക്കെ മാറിപ്പോയി. അതാണ് ചീങ്ങേരി എന്ന് പറയും. ചീങ്ങേരി അത് ആദിവാസികൾക്ക് കിട്ടേണ്ടതാണ്. ആദിവാസികളെ അവരെ സെറ്റിൽ ചെയ്യിക്കേണ്ട സ്ഥലമാണ്. അവർ മുഴുവനാണെന്ന് പറിച്ചിട്ട് വരും. അവിടെയാണ് ആദ്യം ഈ ജാനു കൂട്ടിനും സമരം തുടങ്ങിയത്. ആ സമരം അന്ന് അത് തുടർന്ന് പോയിരുന്നെങ്കിൽ അത് വലിയൊരു വിജയമാകുമായിരുന്നു. കാരണം അത് ആദിവാസികൾക്ക് വേണ്ടി അലോട്ട് ചെയ്തതാണ്. പക്ഷെ അത് അവർ തുടർന്ന് നടത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പിന്നെ ഒരു ആദിവാസി നേതാവ് എന്നുള്ള നിലയിൽ, ഒരു സാംസ്കാരിക നേതാവ് എന്നുള്ള നിലയിലേക്ക് ഒരു മാറ്റം വന്നോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം അത്രയും ഒരു ഇൻഡെപ്ത് പ്രവർത്തനങ്ങൾ ഷെഡ്യൂൾ ട്രൈബ്സിന് വേണ്ടിയിട്ട് നടത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ മുത്തങ്ങ സംഭവം പോലും നമ്മൾ മനസ്സിലാക്കുന്നതിനപ്പുറം മറ്റു പലതുമുണ്ട്. കാരണം അതിൽ പല കാര്യങ്ങളിലും ഞാൻ ഇടപെട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കതിൽ സംശയമുണ്ട്. കാരണം ഇന്ന് നമ്മൾ കാണുന്ന ഒരു ചരിത്രമല്ല അതിൻ്റെ പിന്നിലുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇപ്പോഴും നമുക്ക് ഒരു സമരവും ഇവിടെ നേതാക്കന്മാർ തുടങ്ങി വെച്ച് അത് പൂർത്തിയാക്കാറില്ല. പകുതി ഇട്ടിട്ട് പോകും, അടുത്തതിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും അതിൻ്റെ ലക്ഷ്യത്തിലെത്താത്തത്, പല സമരങ്ങളും ലക്ഷ്യത്തിലെത്താത്തത്. ഇപ്പോഴും ഈ ആദിവാസികളെല്ലാം ആ പഴയ ജീവിത രീതിയിൽ തന്നെ തുടരേണ്ടി വരുന്നത്. ഇന്നും മനുഷ്യർ പല കാര്യത്തിൽ തല്ലുപിടിക്കുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട എന്തിനും നമ്മുടെ ഈ ലിറ്ററസിയിൽ കൂടുതൽ നിൽക്കുന്ന കേരളത്തിൽ പോലും നമ്മൾ അങ്ങനെ പലതും കണ്ടിട്ടുണ്ട്. ജാതിയുടെ പേര്, മതത്തിന്റെ പേര്, പിന്നെ ഡിസ്ക്രിമിനേഷൻ. ആ ഒരു വേർഡ് ചെറിയ വേർഡാണെങ്കിലും പക്ഷെ അതിന് ഒരുപാട് മീനിങ് പല കാര്യങ്ങൾക്ക് വരുന്നുണ്ട്. സാറിൻ്റെ ഒരു വ്യൂ ഓഫ് പോയിന്റിൽ, സാറ് പണ്ട് ഇതേപോലെ പല കാര്യങ്ങളിൽ ഇടപെട്ടത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. സാറിൻ്റെ ഒരു വ്യൂ ഓഫ് പോയിന്റ് ഇതിനെപ്പറ്റി എന്താ സാർ? ഞാൻ ചെറുപ്പം മുതൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് എൻ്റെ വിശ്വാസം ഇരിക്കുന്നത്. കാരണം എൻ്റെ സാമൂഹിക ജീവിതം, എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾ, കുടുംബ അയൽവക്കക്കാർ, ഇവരുമായുള്ള ഞങ്ങളുടെ ആ ബന്ധങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ വിശ്വസിച്ചിരുന്നത്, ഞാൻ പ്രായമാകുമ്പോഴേക്കും കേരളത്തിൽ ജാതിയും മതവും ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അതെന്നെ ഭയങ്കരമായി നിരാശപ്പെടുത്തി. എനിക്ക് ഭയങ്കര ഇന്നും വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം അന്ന് അത്രയും ഓപ്പൺ മൈൻഡായിരുന്നു. നമുക്ക് ജാതി മതം എന്നൊരു പ്രശ്നമേ ആയിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പേര് കേൾക്കുമ്പോൾ നമ്മൾക്കൊരു സംശയത്തോടു കൂടി കാണുക ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ട, പ്രത്യേകം കേരളീയർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജാതിയും മതവും ഇല്ലാത്ത രാജ്യങ്ങളിലാണ് ശാന്തിയും സമാധാനവും ഉള്ളത്. മനസ്സിലായില്ല? യൂറോപ്പിൽ പല രാജ്യങ്ങളിലും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഇല്ലാത്ത രാജ്യങ്ങളിലാണ് ലേബേഴ്സ് സെക്യൂറായി നല്ല വരുമാനം ഉണ്ടാക്കുന്നത്. അത് ഇന്ന് മലയാളികൾ മനസ്സിലാക്കുന്നു, അന്നേ മലയാളികൾ രക്ഷപ്പെടാൻ പോകും. അതുവരെ
നമ്മളിങ്ങനെ അടിമകളായി കുറേ എന്താ പറയുക ഒരു ആട്ടുംപറ്റം പോലെ നയിച്ചു നടക്കുന്ന ഒരാളുടെ കൂടെ പുറകെ നമ്മളിങ്ങനെ നടക്കും. നമുക്കൊരിക്കലും ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല, ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവില്ല, മാനസികമായ സന്തോഷം, ഞാൻ എന്ന വ്യക്തിത്വം അത് നമുക്കുണ്ടാവില്ല. നമ്മളൊക്കെ ഓരോരുത്തരും എപ്പോഴും ഒന്നിലും മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയാണ്. സാറിൻ്റെ ലൈഫിൽ സാർ ഇപ്പം നമ്മൾ കണ്ടതിൽ കുറച്ച് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു സ്ട്രഗ്ലിംഗ് ആയ ഒരു കേസ് അല്ലെങ്കിൽ ഓക്കെ ഇതിലെന്താവും ടെൻഷനോട് കൂടി ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്ന എന്തെങ്കിലും കേസ് ഉണ്ടോ, അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? ഞാൻ 1970 തുടങ്ങിയ ഒരു കേസ്, സിവിൽ കേസ്, ഞാൻ നല്ല തുടങ്ങി വെച്ചത്, അത് ഞാൻ ബ്രാഞ്ച് തുടങ്ങിയില്ല. അതിനുശേഷം എൻ്റെ അടുത്തൊരു സിവിൽ കേസ്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത് ശരിയല്ല. അതെ അതെ ആ കേസ് അതിൻ്റെ പൂർത്തീകരണത്തിലെത്താനായിട്ട് അത് 2005-6 ആണ് ആ കേസ് പൂർത്തീകരിച്ച് ലക്ഷ്യം സാധിച്ചെടുക്കുന്നത്. ഒരു സ്ഥലം ഒഴിപ്പിച്ചെടുത്ത് അതിൻ്റെ യഥാർത്ഥ ഉടമയ്ക്ക് കൊടുക്കാനായിട്ട്. അതാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ വേദനിപ്പിക്കുന്ന, നമുക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. സാറിൻ്റെ മനസ്സോടുകൂടി സാർ ഏറ്റവും കൂടുതൽ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് പ്രകൃതി. അപ്പോൾ ഈ പ്രകൃതി എൻവയോൺമെൻറ്റിലേക്ക് കയറി വന്ന അല്ലെങ്കിൽ ആ ഒരു പ്രകൃതിയോടുള്ളൊരു സ്നേഹം അതെങ്ങനെയാണ്? സാറ് കുറച്ച് മുമ്പ് സംസാരിച്ച് പറഞ്ഞു പണ്ടത്തെ വയനാടല്ല ഇന്നത്തെ വയനാട്. പണ്ട് ഞാൻ കണ്ട വയനാടിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു സ്ഥലമാണ് ഇന്ന് വയനാടെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പ്രകൃതിയോടുള്ള സ്നേഹം അല്ലെങ്കിൽ പ്രകൃതിയോടുള്ള സ്നേഹം, ഞാൻ വിശ്വസിക്കുന്നത് പ്രകൃതി രൂപപ്പെട്ടത് തന്നെ വിവിധ ജീവജാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചെടികൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ചില ജീവജാലങ്ങൾക്ക് വളരാൻ വേണ്ടിയാണ് ചില പ്രദേശങ്ങളിലെ ക്ലൈമറ്റ്, അവിടുത്തെ ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത് ചില ജീവികൾക്ക് വേണ്ടിയാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ജീവികളുണ്ട്, അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ വേണം. മനുഷ്യന് കുറേയും കൂടി എന്താ പറയുക ടഫായിട്ടുള്ള സ്ഥലത്ത് ജീവിക്കാൻ പറ്റും. നമ്മളിപ്പോൾ രാജസ്ഥാനിലായാലും എവിടെയാണെങ്കിലും നമ്മൾ സസ്റ്റെയിൻ ചെയ്യും, അതിനുള്ള കഴിവ് നമുക്കുണ്ട്, മനുഷ്യനുണ്ട്. പക്ഷെ നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ് പ്രകൃതിയോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാത്ത മൈന്യൂട്ടായിട്ടുള്ള ജീവജാലങ്ങൾ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് 10,000-കണക്കിനുണ്ട്. അവിടെ പ്രകൃതി രൂപം കൊടുത്തതാണ്. അങ്ങനെ കൊടുത്ത വളരെ ചുരുക്കം സ്ഥലങ്ങളേ ഉള്ളൂ ഈ ലോകത്തിൽ. ആമസോൺ, നീലഗിരി ബയോസ്ഫിയർ, അങ്ങനെ വിരലിലെണ്ണാവുന്ന സ്ഥലങ്ങളുള്ളൂ. ഒരു കാരണവശാലും ഈ നീലഗിരി ബയോസ്ഫിയറിൽ മനുഷ്യൻ കയറാൻ പാടില്ല. അതായത് ഇവിടുത്തെ കൃഷിക്കാരൊന്നും ഉപദ്രവിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഒരു വലിയൊരു അബദ്ധം പറ്റിയിരുന്ന ജനങ്ങൾ, കൃഷിക്കാരും പരിസ്ഥിതി പ്രവർത്തകരും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ, ഇവർ ഒന്നിച്ചു പോകേണ്ടതാണ്. പക്ഷെ ഇവരെ കൂട്ടിയടിപ്പിക്കുന്ന കുറേ പേരുണ്ട്. അവരൊന്നിച്ച് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പല സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ഞാൻ ഇൻവോൾവ് ചെയ്യാത്തത്. ഞാൻ ഉദ്ദേശിക്കുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിലല്ല ഇതിൻ്റെ പോക്കിലുള്ളത്. കൃഷിക്കാരും പരിസ്ഥിതി പ്രവർത്തകരും ഒന്നിച്ചു പോയാൽ ഈ നാട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇവിടെ ഇവിടെ ഗവൺമെൻറ്റിനോട് ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് ഫൈറ്റ് ചെയ്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് നിൽക്കാനുള്ള കഴിവില്ല. ഈ വയനാട് നശിപ്പിച്ചത് ഗവൺമെൻറ്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ആണ് എന്ന് ഞാൻ അടിവരയിട്ട് പറയും. ഈ ദുരന്തങ്ങൾക്കൊന്നും കാരണം പ്രകൃതിയല്ല, മനുഷ്യനാണ്. നിങ്ങൾക്ക് ഈ ഹിമാലയ നോക്കൂ, അവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് എന്തൊരു സോഫ്റ്റാണ്. അവിടെ ഈ എന്താ പറയുക, ഈ മണ്ണ് മലമറിക്കുന്ന യന്ത്രങ്ങൾ, ടൂറിസ്റ്റുകൾ, വാഹനങ്ങൾ ഇങ്ങനെ നിരവധി പോയാൽ ഇങ്ങനെയാണ് മണ്ണ് ഉരുൾപൊട്ടാതിരിക്കുക. ഈ പുത്തുമല ഇപ്പം ഉരുൾപൊട്ടുണ്ടായ സ്ഥലത്ത് ഞാൻ ഒരു ബാങ്കിൻ്റെ ഒരു ഡോക്യുമെൻ്റ് സ്ക്രൂട്ടിനി ചെയ്യുന്ന സമയത്ത് എനിക്ക് 1948 ഒരു ഇംഗ്ലീഷുകാരൻ DFO കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ കാണുകയുണ്ടായി. അതിപ്പോൾ ചിലപ്പോൾ പക്ഷേ കോഴിക്കോട് ആർക്കൈവ്സിൽ അത് കിട്ടുമായിരിക്കും. അന്ന് ഈ ഫോട്ടോ കോപ്പി മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് എടുത്തു വയ്ക്കാൻ പറ്റില്ല. എനിക്കതിൽ ഭയങ്കരമായ വിഷമമുണ്ട്. അപ്പോൾ സ്ഥലം മാറ്റ കയ്യിലാണെന്നൊക്കെ എനിക്കറിയാം, അന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ആ ഡോക്യുമെൻ്റ് കൂട്ടത്തിൽ എനിക്കൊരു ഡോക്യുമെൻ്റ് കിട്ടി. അതായത് അന്ന് മലബാർ കളക്ടർക്ക്, കോഴിക്കോട് കളക്ടർക്ക് ഒരു മരം വെട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരാൾ, അതിൻ്റെ ഉടമയാണ്, അപേക്ഷ കൊടുത്തു. അപേക്ഷ കൊടുത്ത് അത് DFO, ഇംഗ്ലീഷുകാരൻ DFO വെച്ചു. അതിൻ്റെ ഒറിജിനൽ റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അയാളുടെ ഒപ്പിട്ട ക്ലാസ്. ആ റിപ്പോർട്ടിലാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മരം വെട്ടാൻ പാടില്ല, ഇവിടെ സ്ലാൻഡിങ് ആയിട്ടുള്ള സ്ഥലമാണ്, ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് 1948 പ്രവചിച്ച സ്ഥലത്ത് ഇന്ന് മരമില്ല, വീടുകൾ മാത്രമേ ഉള്ളൂ, കൃഷി സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടുത്തെ മുഴുവൻ അന്ന് നമുക്ക് ആരോടാ പറയുക?
അതിനാരാ ഉത്തരവാദി? ജനങ്ങളല്ല. ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി പലതും നടത്തും. പക്ഷെ അതിൻ്റെ ഉത്തരവാദി ഇവിടുത്തെ അധികാരികൾ അത് സംരക്ഷിക്കണ്ടേ? അത് അതായത് ഒരു ഇംഗ്ലീഷുകാരൻ കൊടുത്ത ആ ഇമ്പോർട്ടൻസ് പോലും നമ്മുടെ ഭരണാധികാരികൾ ഇന്ന് പരിസ്ഥിതി സംരക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. കുറച്ച് മുമ്പ് സാർ മെൻഷൻ ചെയ്തായിരുന്നു ഒരു ചെറിയൊരു പ്രൊഡ്യൂസർ എന്നൊരു രീതിയിൽ. പ്ലസ് ഇപ്പോൾ എനിക്കറിയാൻ പറ്റിയത് സാർ ഒരു ചെറിയൊരു അഭിനേതാവ് എന്ന രീതിയിലേക്ക് സാറിൻ്റെ ഫ്യൂച്ചർ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്താണ് അതിനെ പറ്റിയൊക്കെ പറയാനുള്ളത്? ഞാൻ പറഞ്ഞ എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ വയനാട്ടിലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ വയനാടിനെ കുറിച്ച്, വയനാട്ടിൽ വന്ന എന്താ പറയുക, പ്രകൃതിക്ക് വന്ന ശോഷണം, ഇതിനെക്കുറിച്ചൊക്കെ എനിക്കൊരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാണ്ട് സിനിമയെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനതൊരു ഡോക്യുമെൻ്ററി ആയി അത് തോന്നുന്നു എൻ്റെ 2-3 സുഹൃത്തുക്കളുമായിട്ട് അത് തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതൊരു സിനിമയുടെ രൂപത്തിലേക്കായിപ്പോയി. അത് വലിയ അബദ്ധമായി പോയി എന്ന് എനിക്ക് മനസ്സിലായി. കാരണം അതൊന്നും സാങ്കേതികമായ അറിവുള്ളവരല്ല ചെയ്തത്. അത് ഈ ഫസ്റ്റ് ഷോസ് എന്ന് പറഞ്ഞൊരു OTT അത് ഇപ്പോൾ ഉണ്ട്. ആ സിനിമ കണ്ടവരാരും ആ സിനിമ മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ സാങ്കേതികമായും പ്രൊഫഷണലായും വിലയിരുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു സിനിമയാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് നല്ലൊരു എന്താ പറയുക, ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തു എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. വയനാട്ടിലെ ആദിവാസികളിൽ ചെറുപ്പക്കാരും ജയിലില്ല. കാരണം അവർക്ക് ഈ 18 വയസ്സ് എന്നുള്ള പ്രായം കല്യാണം കഴിക്കാൻ വേണമെന്നുള്ളതൊന്നും അവർക്കറിയില്ല. അവർക്ക് പ്രായമാകുമ്പോൾ ഒന്നിച്ച് ജീവിക്കും. അവസാനം ഗർഭിണിയാകുമ്പോൾ അവർ ആശുപത്രി പോകും. ആശുപത്രി പോയി ഡോക്ടർ വയസ്സ് ചോദിക്കുമ്പോഴാണ് അറിയുക ഇത് 18 വയസ്സ് താഴെയാണ്. ഡോക്ടർക്ക് അത് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. അത് പോലീസിലേക്ക് അയക്കും. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. പോക്സോ ആക്ട് പ്രകാരം കേസ് എടുക്കും. അതിന് ജാമ്യമില്ല. ഇത് സുപ്രീം കോടതിക്ക് പോലും, കാരണം നിയമമുള്ളത് സുപ്രീം കോടതിക്ക് പോലും ഇതിലൊന്നും ചെയ്യാനില്ല. അതിനെ ബോധവൽക്കരിക്കാനായിട്ടൊരു സിനിമ വേണമെന്ന് ഞങ്ങളുടെ ഇവിടെ ലീഗൽ സർവീസ് അതോറിറ്റി ചെയർമാൻ എൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട സമയത്ത് സൂചിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോക്സോ ആയി ബന്ധപ്പെട്ട ഒരു സിനിമ, ഇഞ്ച എന്നാണ് ഒരു പേര്. ഇഞ്ച എന്ന് പറയുന്ന ഒരു ആദിവാസിയുടെ പേരാണ്. അതിൽ അവരുടെ അനുഭവങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി ആ സിനിമ ഇവിടെ പല സ്ഥലത്തും ആദ്യ കോളനികളിലൊക്കെ കൊണ്ടുവന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് റിലീസ് ചെയ്ത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് അതന്ന് റിലീസ് ചെയ്തത്. അത് ശരിക്കും ഒരു എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള സിനിമയാണ്. അത് യൂട്യൂബിൽ അത് ഇപ്പോഴും കാണുന്നത്. അത് ഈ പോക്സോ അവർക്ക് ലീഗൽ സർവീസ് അതോറിറ്റിക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച ഞാനാണ്. ഗവൺമെൻറ് കുറച്ച് പൈസ ഒന്നും തരുന്നു. ഗവൺമെൻറ്റിൻ്റെ പൈസ കുറച്ചുണ്ട്. ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറേ ഫണ്ട് കിട്ടിയിരുന്നു. അലക്സ് പോൾ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന ഒരു അബൈക്ക് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു ഓഡീഷൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നെ ഒരു റോള് അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വിളിച്ചിട്ടുണ്ട്. ഇതാരും അറിയില്ല, ആദ്യമായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂട്ടാത്തൊരു കാര്യമാണ്. ഒരു കുറച്ച് സമയത്തിൽ ഒത്തിരി കാര്യങ്ങൾ സാറിനെ പറ്റി എനിക്ക് അറിയാൻ പറ്റി. എന്താണ് അഡ്വക്കേറ്റ് CC മാത്യു എന്നത്? 2 വർഷം മുമ്പ് ഞാനും എൻ്റെ മരുമകനും കൂടി കന്യാകുമാരിയിൽ നിന്ന് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഡൽഹിയിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആ യാത്ര ത്രില്ല് ഇഷ്ടപ്പെടുന്ന ആളാണ്. നമുക്ക് ഫൈനലി സാറിന് നമ്മുടെ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മറ്റൊരാളുടെ പുറകെ പോകുന്നവരാകരുത്. സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ളവരായിരിക്കണം. വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവുള്ളവരായിരിക്കണം. അത് മലയാളികൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുത്തൻ മാത്രം ചിന്തിക്കുകയും അവൻ്റെ പുറകെ പോവുകയും ചെയ്യുന്ന ഒരു ജനസമൂഹമായി നമ്മൾ മാറിയിരിക്കുന്നു. അതിന് മാറ്റം വന്നാൽ മാത്രമേ മലയാളികൾക്ക് പുരോഗതി ഉണ്ടാകൂ, മലയാളിയാകൂ. എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം സാറിൻ്റെ കൂടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാനും പ്ലസ് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനും. അതുപോലെ സാറ് ഇപ്പം സാറിൻ്റെ ആഗ്രഹം പോലെ പല കാര്യങ്ങളും ഉണ്ട്. അത് വലിയൊരു സക്സസ്സിലോട്ടെത്തട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.